ഗ്രാൻഡ് പ്രൊഡക്ഷൻ്റെ ബാനറിൽ നടൻ ദിലീപ് നിർമ്മിച്ച് വിനീത് കുമാർ സംവിധാനം ചെയ്ത ഏറ്റവും പുതിയ ചിത്രം തിയേറ്ററിൽ ഇന്നലെ റിലീസ് ചെയ്ത പടം പവി കെയർടേക്കർ പോയി കണ്ടു. പടത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഫാമിലിക്ക് കണ്ടിരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള കുടുംബ പ്രേക്ഷകർക്ക്, പ്രത്യേകിച്ച് കുട്ടികൾക്കും സ്ത്രീകൾക്കും ഒരുപാട് ഇഷ്ടം തോന്നുന്ന ദിലീപിൻ്റെ പഴയ കാലത്തിൻ്റെ കുറേ ടച്ചുകളൊക്കെ വരുന്ന രീതിയിൽ ഹ്യൂമറാണെങ്കിലും ഇമോഷൻസ് ആണെങ്കിലും റൊമാൻറ്റിക് സീനുകളാണെങ്കിലും എല്ലാം മിക്സപ്പ് ചെയ്ത് ഒരു പ്രത്യേക ചേരുവയിൽ ഒരുക്കി വെച്ചിട്ടുള്ള ഒരു കുഴപ്പമില്ലാത്ത തരക്കേടില്ലാത്ത ഒരു ആവറേജ് ഫിലിം. അതാണ് ഈ പടത്തിൻ്റെ ഒരു ഫസ്റ്റ് വെർഡിക്റ്റ് നമുക്ക് പറയാനുള്ളത്. ഇപ്പോൾ നമുക്കറിയാം ദിലീപിൻ്റെ പഴയകാല ചിത്രങ്ങളായിട്ടുള്ള CID മൂസ് ആയിക്കോട്ടെ, മീശമാധവൻ, പറക്കും തളിക, കല്യാൺ രാമൻ, അങ്ങനെ ഒരുപാട് ഒട്ടനവധി സിനിമകൾ അദ്ദേഹം ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ സിനിമകളിലൊക്കെ നമുക്ക് കാണുന്ന ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സിനിമയിൽ ഹ്യൂമറാണെങ്കിലും ശരി, സിനിമ മൊത്തമാണെങ്കിലും ശരി, പുൾ ഓഫ് ചെയ്യുന്നത് ദിലീപ് ഒറ്റക്കായിരിക്കില്ല. ദിലീപിൻ്റെ കൂടെ ഒന്നുകിൽ കൊച്ചിൻ ഹനീഫ പോലുള്ള ഒരു മഹാരാജൻ്റെ ഹെൽപ്പ് ഉണ്ടാവും, ജഗതിയുടെ ഹെൽപ്പ് ഉണ്ടാവും, കലാഭവൻ്റെ ഹെൽപ്പ് ഉണ്ടായിട്ടുണ്ടാവും. മിക്ക പടങ്ങളിലും ഏറ്റവും കൂടുതൽ അദ്ദേഹം സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഹരീശ്വര അശോകനെ പോലുള്ള ഒരു ആക്ടറാണ്, അല്ലെങ്കിൽ സലീം കുമാറൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇവരുടെ ഒരു സപ്പോർട്ട് അത് അങ്ങനത്തെ ഹ്യൂമർ പടങ്ങളിൽ എത്രമാത്രം ഉപകാരമായിരുന്നു എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ നമ്മൾക്ക് ലാസ്റ്റ് ഇറങ്ങിയിട്ടുള്ള 2 കൺട്രീസ് ആണെങ്കിലും അതിനകത്ത് മുകേഷിൻ്റെ സപ്പോർട്ട് അത്യാവശ്യം നല്ല രീതിയിലുണ്ട്, സുരാജ് വെഞ്ഞാറമ്മൂടിൻ്റെ സപ്പോർട്ടുണ്ട്, മൈ ബോസിലാണെങ്കിൽ അതിനകത്ത് കലാഭവൻ ഷാജോയുടെ സപ്പോർട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിൽ ദിലീപിനെ സപ്പോർട്ട് ചെയ്യുന്ന നല്ലൊരു ആക്ടർ ഉണ്ടെങ്കിൽ പടം നല്ല രീതിയിൽ പുൾ ഓഫ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള ഒരു നടനാണ് ദിലീപ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇപ്പോൾ കാലം ഒരുപാടായി, പണ്ടത്തെ കാലമല്ല. ഇപ്പോൾ ദിലീപിന് കുറേ ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ വന്നു, അതിന് ശേഷം അദ്ദേഹം തിരിച്ചുവരവിൻ്റെ പാതയിൽ സിനിമയിൽ ഓരോ പടങ്ങൾ അഭിനയിച്ചു വന്നുവെങ്കിലും രാമലീലയ്ക്ക് ശേഷം പ്രത്യേകിച്ച് അദ്ദേഹത്തിന് ഒരു വമ്പൻ ഹിറ്റായിട്ടുള്ളൊരു പടം നമുക്ക് തരാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അടുത്തിറങ്ങിയ പടങ്ങളൊക്കെ നമ്മളെ വേണ്ടത്ര രീതിയിൽ സന്തോഷിപ്പിക്കുന്നതല്ല. അവസാനം ഇറങ്ങിയിട്ടുള്ള ബാന്ദ്രയാണെങ്കിൽ ഒട്ടും ലെവലിലേക്ക് ഉയരാത്ത രീതിയിൽ ഒരുപാട് നമ്മളൊക്കെ നിരാശപ്പെടുത്തിയ രീതിയിലുള്ളൊരു പടമായി മാറുകയും ചെയ്തു. അപ്പോൾ ദിലീപിൻ്റെ കാലം കഴിഞ്ഞു എന്നുള്ള രീതിയിലൊക്കെ കരുതപ്പെട്ടുവെങ്കിലും ഈ പടത്തിലൂടെയെങ്കിലും അദ്ദേഹത്തിന് ഗംഭീരമായൊരു തിരിച്ചറിവ് കിട്ടട്ടെ എന്നുള്ളതാണ് ദിലീപിൻ്റെ, അല്ലെങ്കിൽ നല്ലൊരു സിനിമ മലയാള സിനിമ പ്രേക്ഷകർ എന്ന രീതിയിൽ നമ്മളൊക്കെ പ്രതീക്ഷിച്ചിരുന്നതും ആഗ്രഹിച്ചിരുന്നതും. നല്ലൊരു പടം കാണുക, നല്ല ഒരു ഫാമിലി മൂവി കാണുക, പഴയ രീതിയിലുള്ള നല്ല ശുദ്ധഹാസ്യങ്ങൾ കാണുക എന്നുള്ളതൊക്കെയാണ് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത്. തുടക്കം തന്നെ പടത്തിൻ്റെ കാണിക്കുന്നത് ഈ സിനിമയിലുള്ള ദിലീപിൻ്റെ ഒരു പെറ്റ് ആയിട്ടുള്ള ബ്രോ എന്ന വിളിപ്പേരുള്ള ഒരു പെറ്റുമായിട്ട്, ഒരു നായയുമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഫ്രണ്ട്ഷിപ്പ്, അദ്ദേഹത്തിൻ്റെ ചങ്ങാത്തം, അദ്ദേഹത്തിൻ്റെ ഇൻറ്റിമസി, അതാണ് കാണിക്കുന്നത്. വളരെ മികച്ച രീതിയിൽ തന്നെ അത് എടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ദിലീപ് ഒരു അപ്പാർട്ട്മെൻറ്റിൻ്റെ, കൊച്ചിയിലുള്ള ഒരു അപ്പാർട്ട്മെൻറ്റിലെ കെയർ ടേക്കറാണ്. അദ്ദേഹത്തിൻ്റെ മെയിൻ ജോലി അതാണ്. നൈറ്റ് ടൈമിൽ അദ്ദേഹം ഒരു സെക്യൂരിറ്റി ആയിട്ടും കൂടെ അവിടെ തന്നെ വർക്ക് ചെയ്യുന്നു. ഫാമിലി ഒന്നും അദ്ദേഹത്തിനില്ല. അദ്ദേഹം 40 വയസ്സോളം അടുക്കുന്നു. പക്ഷേ അദ്ദേഹത്തിന് അച്ഛൻ, അമ്മ, അങ്ങനെ ഫാമിലി ആൾക്കാരൊന്നുമില്ല. ആകെ രതീഷ് എന്ന പേരിലുള്ള ഒരു സുഹൃത്ത്, അത് നമ്മളുടെ ധർമ്മജൻ ബോൾഗാട്ടിയാണ് ചെയ്യുന്നത്. അദ്ദേഹം നാട്ടിൽ നിന്ന് ഇടയ്ക്ക് വന്ന് അദ്ദേഹത്തെ കാണുന്നല്ലാതെ പ്രത്യേകിച്ച് ഫ്രണ്ട്സൊന്നുമില്ല, ഫാമിലി ഒന്നുമില്ല. അദ്ദേഹം വർക്ക് ചെയ്യുന്നു, കാശ് സമ്പാദിക്കുന്നു, അത് ഇങ്ങനെ കൊണ്ടുപോകുന്നു എന്നല്ലാതെ അദ്ദേഹത്തിന് പ്രത്യേകിച്ചൊന്നും എയിമില്ല. ഒരു ഫാമിലിനെ കുറിച്ചൊന്നും അദ്ദേഹം ചിന്തിക്കുന്നില്ല. ലൈക്ക് ഇതുപോലെ ഒരു കല്യാണം അങ്ങനത്തെ കാര്യങ്ങളൊന്നും അദ്ദേഹം ചിന്തിക്കുന്നില്ല. മാത്രമല്ല അദ്ദേഹത്തിന് ഒത്തിണങ്ങിയിട്ടുള്ള ഒരു പെൺകുട്ടിയെ കിട്ടുന്നില്ല. അപ്പോൾ അദ്ദേഹം താമസിക്കുന്ന ഒരു വാടക വീട്ടിലാണ്. രാധിക ശരത് കുമാർ ചെയ്യുന്ന ഒരു അച്ചായത്തി അവരുടെ വീട്ടിലാണ് ഒരു പേയിങ് ഗസ്റ്റായിട്ട് അപ്പർ സ്റ്റോറിയില്ല, മുകളത്തെ നിലയിൽ താമസിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ താമസിച്ച് വരുമ്പോൾ അതിനിടക്ക് അവരുടെ സെയിം വീട്ടിൽ തന്നെ, അതായത് ഈ ദിലീപ് താമസിക്കുന്ന വീട്ടിൽ തന്നെ ഒരു എക്സ്ട്രാ ഒരു ആളെയും കൂടെ അക്കോമഡേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ അങ്ങനെ അക്കോമഡേറ്റ്, അതൊരു ലേഡിയാണ് അക്കോമഡേറ്റ് ചെയ്യുന്നത്. ദിലീപ് താമസിക്കുന്ന സെയിം സ്ഥലത്ത് തന്നെ ഒരു ലേഡി അക്കോമഡേറ്റ് ചെയ്യുന്നു. അപ്പോൾ ആ ലേഡി അക്കോമഡേറ്റ് ചെയ്യുമ്പോൾ അത് ദിലീപിൻ്റെ ക്യാരക്ടറിൽ ഉണ്ടാക്കുന്ന, ദിലീപിൻ്റെ സ്വഭാവത്തിലുണ്ടാക്കുന്ന, ദിലീപിൻ്റെ ബിഹേവിയറിലുണ്ടാക്കുന്ന വ്യതിയാനങ്ങൾ, ഇമോഷൻസ്, റൊമാൻറ്റിക് സീൻസ്, അതൊക്കെയാണ് ഈ പടത്തിലെ മെയിനായിട്ടുള്ള. പിന്നെ അതേപോലെ തന്നെ ഹ്യൂമർ, കോമഡി സീൻസ് ആണെങ്കിൽ അവിടെയും ഇവിടെയൊക്കെ പൊടിപ്പും തുളങ്ങലും വെച്ചിട്ടുള്ള കോമഡി സീൻസ്, ഈ കാര്യങ്ങൾ. പിന്നെ അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ടിപ്പിക്കൽ മലയാളി ക്യാരക്ടർ, അതായത് ഒരു ആളുടെ പിന്നെ അന്യൻ്റെ പേഴ്സണൽ ക്യാരക്ടറിൽ എത്തി നോക്കാനുള്ള ത്വര, അതിനൊക്കെയാണ് ഈ പടത്തിൽ രസകരമായിട്ട് അവതരിപ്പിക്കാനായിട്ട് ഇതിൻ്റെ സംവിധായകനായിട്ടുള്ള വിനീത് കുമാർ ശ്രമിച്ചിട്ടുള്ളത്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ചെയ്യാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുമുണ്ട്. പക്ഷേ ഈ പടത്തിലെ എനിക്കൊരു പോരായ്മ ആയിട്ട് തോന്നിയ മെയിൻ ഫാക്ടർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, പടത്തിൽ ദിലീപ് ആസ് സച്ച് നന്നായി പെർഫോം ചെയ്തിട്ടുണ്ട്. ദിലീപിൻ്റെ പഴയ കാലത്തേക്ക് വരുന്ന രീതിയിലുള്ള അദ്ദേഹത്തിൻ്റെ ഹ്യൂമർ കൈകാര്യം ചെയ്യുന്ന രീതിയാണെങ്കിലും ശരി,
സെൻറ്റിമെൻറ്റ്സ് കൈകാര്യം ചെയ്യുന്ന രീതിയാണ് ശരി, റൊമാൻറ്റിക് സീനുകളൊക്കെയാണ് ശരി, മികച്ച രീതിയിൽ തന്നെ അദ്ദേഹത്തിന് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. പക്ഷേ വേണ്ടത്ര ഒരു മൈലേജ് കൊടുക്കാനായിട്ട് ഒരു നല്ലൊരു സപ്പോർട്ടിങ് ആക്ടർ അദ്ദേഹത്തിനില്ല. ഇതിനകത്ത് ആകെ പറയത്തക്ക ഒരു സപ്പോർട്ടിങ് ആക്ടർ അദ്ദേഹത്തിന് കൂടെ നിൽക്കുന്നത് ജോണി ആൻ്റണി മാത്രമാണ്. പക്ഷേ ജോണി ആൻ്റണി പടത്തിൽ വളരെ കുറച്ച് ഭാഗം മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ വേണ്ടത്ര രീതിയിലുള്ള ഒരു സപ്പോർട്ട് അദ്ദേഹത്തിന് കിട്ടുന്നില്ല. മൈലേജ് ആദ്യം നിന്നുള്ള ഒരു മൈലേജ് അദ്ദേഹത്തിന് ഇല്ല എന്നുള്ളത് വലിയൊരു ഡിഫക്റ്റായിട്ട് നമുക്ക് തോന്നപ്പെട്ടു. അതേപോലെ തന്നെ ഈ പടത്തിൽ ഇദ്ദേഹത്തിൻ്റെ ഫാമിലിയിലുള്ള ഒരേ ഒരു ബന്ധു എന്ന് പറയാനുള്ള ആൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രതീഷ് എന്ന ക്യാരക്ടർ ചെയ്യുന്ന ധർമ്മജൻ ബോൾഗാട്ടിയാണ്. ധർമ്മജനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ അവസാനമായിട്ട് ഒരു 5-6 കൊല്ലമായിട്ട് ധർമ്മജനെ കാണുമ്പോൾ ഒന്നും നമുക്ക് സ്ക്രീനിൽ ഒരു കോമഡി, ഒരു കാര്യം, ഒരു വികാരം തോന്നുന്നില്ല. അത്രക്കും ബ്ലാൻഡ് ആയിട്ടുള്ള, പ്ലെയിൻ ആയിട്ടുള്ള ഒരു ക്യാരക്ടർ അവതരണമാണ് ധർമ്മജൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നത്. എന്താണെന്നറിയില്ല, അദ്ദേഹത്തിൻ്റെ ഹ്യൂമർ ഒന്നും ഒട്ടും ഫലിക്കുന്നില്ല. അപ്പോൾ ആ രീതിയിലുള്ള ഒരു ഡെഫിഷ്യൻസി ഭയങ്കരമായിട്ട് പടത്തിനുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ദിലീപിനെ കൊണ്ട് ഒറ്റയ്ക്ക് പുൾ ഓഫ് ചെയ്ത് മാത്രം നമ്മളെ മൊത്തമായിട്ട് എൻ്റർടൈൻ ചെയ്യാനായിട്ട് ഈ ഒരു പടത്തിന് നല്ല ഒരു പടത്തിനും കഴിയില്ല. കാരണം അങ്ങനത്തെ ഒരു കാലഘട്ടമാണിത്. കാരണം ചെറിയ ചെറിയ പടങ്ങൾ വരെ ഹിറ്റാക്കുന്നതിന് മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ അതിലെ ഹ്യൂമറാണ്. ഹ്യൂമർ ഒറ്റയ്ക്ക് ഒരു പേഴ്സൺ മാത്രം കൈകാര്യം ചെയ്യുന്നില്ല. പണ്ടത്തെ കാലത്താണെങ്കിൽ അത് പറ്റുമായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ കാലത്ത് ഹ്യൂമർ ഒറ്റയ്ക്ക് കൈകാര്യം ചെയ്യാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അത്രക്കും സപ്പോർട്ടിങ് ആക്ടേഴ്സിൻ്റെ ഒരു ഇത് വേണം, ഒരു പിൻബലം വേണം. ഇപ്പോൾ ഈ പടത്തിലുള്ള ഒരു പോരായ്മയായിട്ട് എനിക്ക് തോന്നിയതെന്ന് വെച്ചാൽ വേണ്ടത്ര രീതിയിലുള്ള സപ്പോർട്ടിങ് ആക്ടേഴ്സ് ഇല്ല എന്നുള്ളതാണ്. നല്ല ഒരു കോമഡിക്ക് വേണ്ടിയിട്ടുള്ള രീതിയിലുള്ള സപ്പോർട്ട് ഇദ്ദേഹത്തിന് കിട്ടുന്നില്ല എന്നുള്ളതാണ് ഇതിനകത്തുള്ളൊരു മെയിൻ പോരായ്മ, ഡിഫക്റ്റീവായിട്ടുള്ള ഒരു ഏരിയ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതർവൈസ് പടത്തിനകത്തുള്ള BGM ഒക്കെ ഓക്കെയാണ്. മിഥുൻ മുകുന്ദൻ എന്ന ആളാണ് ചെയ്തിട്ടുള്ളത്. നല്ല രീതിയിൽ തന്നെ അദ്ദേഹം ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പം അദ്ദേഹം പടത്തിൻ്റെ പിന്നെ ഗ്രാഫിക്സ് കുറച്ച് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഒരു മരപ്പട്ടിയെ, അതായത് സിവറ്റ് കാറ്റ് എന്ന് പറഞ്ഞ സാധനത്തിനെ ചിത്രീകരിക്കുന്ന രംഗമുണ്ട്. ഫ്ലാറ്റിനകത്ത് അകപ്പെടുന്ന ഈ സിവറ്റ് കാറ്റിനെ ചിത്രീകരിക്കുന്ന രംഗമുണ്ട്. അതൊക്കെ നല്ല രീതിയിൽ തന്നെ ഒറിജിനാലിറ്റി തോന്നുന്ന രീതിയിൽ തന്നെ ചെയ്തു വെക്കാനും കഴിഞ്ഞിട്ടുണ്ട്. സോങ്സൊക്കെ ഉണ്ട് പടത്തിനകത്ത്, 2-3 സോങ്സ് ഉണ്ട്. ഒന്നും ഓർക്കത്തക്ക രീതിയിൽ മികച്ചതായിട്ടുള്ളൊരു സോങ് ആയിട്ട് തോന്നിയുമില്ല. ഇതിനകത്ത് 4 നായികമാരുണ്ട്. ഓരോരോ ക്യാരക്ടർ ചെയ്യുന്ന പല പല ഫേസസിൽ അദ്ദേഹത്തിൻ്റെ കൂടെ വന്നു പോകുന്ന 4 നായികമാരുണ്ട്. അവർ അവരുടെ റോള് കുഴപ്പമില്ലാത്ത രീതിയിൽ ചെയ്ത് ഫലിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ പടത്തിൻ്റെ ഏറ്റവും വലിയ പോരായ്മയായിട്ട് എനിക്ക് തോന്നിയ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രേക്ഷകരെ പിടിച്ചിരുത്തുന്ന രീതിയിലുള്ള ഒരു എലമെൻറ്റ് സമ്മാനിക്കാൻ ഇതിൻ്റെ ഡയറക്ടർക്ക് അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് ഡയറക്ടർക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ള ഒരു വലിയ പോരായ്മ. അതിൻ്റെ ഒരു മെയിൻ ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോമഡി എത്ര മനോഹരമായിട്ട് ദിലീപേട്ടൻ കൈകാര്യം ചെയ്യുമെങ്കിലും അല്ലെങ്കിൽ ചെയ്തുവെങ്കിലും അതിനെ കോമഡിയെ വെച്ചിട്ട് ഈ പടത്തെ പുൾ ഓഫ് ചെയ്യാൻ അദ്ദേഹത്തിന് ഈ പടത്തിന് കഴിഞ്ഞിട്ടില്ല. എനിക്ക് മെയിൻ റീസൺ ആയിട്ട് തോന്നുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് വേണ്ടത്ര രീതിയിലുള്ള ഒരു സപ്പോർട്ടിങ് ആക്ടറെ ഈ പടത്തിൽ കിട്ടിയിട്ടില്ല. ആ ഒരു പോരായ്മ കൊണ്ട് മാത്രം ഈ പടത്തിന് നമുക്കൊരു ആവറേജ് എന്നുള്ള രീതിയിലാണ് ഇതിനൊരു വിലയിരുത്താൻ പറ്റുള്ളൂ. ആ പടത്തിൻ്റെ സ്കോർ പറയുകയാണെങ്കിൽ ഒരു 5 to 5.5, 5-5.5 മാർക്ക് കൊടുക്കാം 10. ആ രീതിയിലുള്ള ഒരു പടമാണ്. നിങ്ങൾക്ക് ദിലീപിൻ്റെ പടങ്ങളൊക്കെ ഇഷ്ടമുള്ള ഒരാളാണ്, പഴയകാല ദിലീപിൻ്റെ പടങ്ങൾ ഇഷ്ടമുള്ള ആളാണ്, ദിലീപിൻ്റെ നല്ല ഒരു മടങ്ങിവരവ് ആഗ്രഹിക്കുന്ന ഒരാളാണ്, കുഴപ്പമില്ലാത്ത രീതിയിൽ ഫാമിലിയോടെ, പ്രത്യേകിച്ച് സ്ത്രീകൾക്കും കുട്ടികൾക്കും ഫാമിലിയോടെ കണ്ടിരിക്കാവുന്ന രീതിയിലുള്ള ഒരു പടമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്, വലുതായിട്ട് തല പുകഞ്ഞ് ആലോചിക്കേണ്ട കാര്യങ്ങളൊന്നും ഇല്ല എന്ന് വിചാരിക്കുകയാണെങ്കിൽ, നിങ്ങൾക്ക് അത്യാവശ്യം നല്ല ടൈമും ഉണ്ടെങ്കിൽ തിയേറ്ററിൽ പോയി കാണുന്നതിന് കുഴപ്പമൊന്നുമില്ല, വെക്കേഷൻ ടൈമാണ്. അല്ലാതെ വലിയൊരു ആവേശം പോലെയോ അല്ലെങ്കിൽ വർഷങ്ങൾക്ക് ശേഷം പോലെയോ ആടുജീവിതം പോലെയോ ഒരു മികച്ച ഗംഭീര പടമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ഈ പടം നിങ്ങളെ തീർച്ചയായിട്ടും നിരാശപ്പെടുത്തും. കുഴപ്പമില്ല, നിങ്ങൾക്കൊരു ആവറേജ് പടം മാത്രം മതി, നിങ്ങളതിൽ സാറ്റിസ്ഫൈഡ് ആണ്, ദിലീപിൻ്റെ പടങ്ങളൊക്കെ എൻജോയ് ചെയ്യുന്ന ആളാണ്. പ്രത്യേകിച്ച് പറയാനുള്ളത് വെച്ചാൽ ഏഷ്യാനെറ്റ് പോലുള്ള ചാനലുകൾ വരുന്ന സീരിയലുകളുടെ TV സീരിയലുകളുടെ പരമ്പരകളുടെ ഒരു സ്ഥിരം പ്രേക്ഷകരാണ് അല്ലെങ്കിൽ പ്രേക്ഷകയാണ് നിങ്ങളെങ്കിൽ ഈ പടം തികച്ചും ഒരു എൻ്റർടൈനറായിട്ട് തന്നെ നിങ്ങൾക്ക് തോന്നും. കാരണം അത് അത്യാവശ്യം ഭയങ്കര നമുക്ക് എന്താ പറയുക, കുഴപ്പമില്ലാത്ത രീതിയിലുള്ള കുറേ ഹ്യൂമർ സിറ്റുവേഷൻസ് ആണെങ്കിലും ഫാമിലി ഇമോഷൻസ് ആണെങ്കിലും റൊമാൻറ്റിക് സീനുകളാണ് ഈ പടത്തിൽ ആവശ്യത്തിലധികം കുത്തി നിറച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ രീതിയിലുള്ള ഒരു പടത്തിൻ്റെ ഒക്കെ ഒരു ആസ്വാദകനാണ് നിങ്ങളെങ്കിൽ, എസ്പെഷ്യലി ഒരു കുടുംബ സിനിമയുടെ, പ്രത്യേകിച്ച് എടുത്തു പറയുകയാണെങ്കിൽ തന്നെ ഏഷ്യാനെറ്റ് പോലുള്ള ചാനലുകളിൽ വരുന്ന കുടുംബ സീരിയലുകളുടെ ഒരു സ്ഥിരം പ്രേക്ഷകനാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് വീക്കെൻഡിൽ പോയിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളൊരു പടമായിരിക്കും പവി കെയർടേക്കർ.